ഉണ്ടെന്ന്. അയ്യ നമ്മുടെ ഉണ്ട കണ്ടില്ലേ, റെഡി ആയിട്ടുണ്ട്. ഉള്ളൊക്കെ വെന്ത് സൂപ്പറായിട്ടുണ്ട്. ആയി കൂട്ടുകാരെ, നമുക്കിന്ന് ഗോതമ്പ് പൊടി കൊണ്ട് അടിപൊളി ഒരു ഉണ്ട ഉണ്ടാക്കിയെടുക്കാം. അത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. 4 മണി ചായക്കൊക്കെ കുടിക്കാൻ ബെസ്റ്റ് സാധനമാണ്. എല്ലാവരും ഉണ്ടാക്കണം. ഇതിന് പ്രധാനമായിട്ട് വേണ്ടത് ഗോതമ്പ് പൊടിയും റവയും പഴവുമാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 കപ്പ് ഗോതമ്പ് പൊടി, 1.5 കപ്പ് റവ, 8 ചെറുപഴം. ചെറുപഴം എന്ന് പറഞ്ഞാൽ മസൂരിപ്പഴം. പിന്നെ പഞ്ചസാര, 1.5 കപ്പ് പഞ്ചസാര. നമുക്കൊരു പാത്രം വെച്ച് ഈ പഴത്തിൻ്റെ തോലൊക്കെ ഒന്ന് ഉരിച്ച് അതിലിടാം. പഴങ്ങളൊക്കെ നമുക്ക് തോല് കളഞ്ഞിട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്കിനി ഇതൊന്ന് ഇതുകൊണ്ട് ഉടയ്ക്കാം. ഇതിപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നതേ, നമ്മൾ ഉണ്ട കഴിക്കുമ്പോൾ ഓരോരോ കഷ്ണം പഴം കടിക്കാൻ കിട്ടുമ്പോൾ ഒന്നുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് മിക്സിയിൽ അടിക്കുമ്പോഴും ഇതുപോലെ കുറച്ച് കട്ടയൊക്കെ വേണേ. പഴം എല്ലാം ഉടച്ച് കഴിഞ്ഞ്, പഴം ഉടയ്ക്കുന്നത് ഇതേപോലെ വേണം ഉടയ്ക്കാൻ. ഇനി നമ്മൾ മിക്സിയിലിട്ട് അടിക്കുകയാണെങ്കിലും കൂടിയിട്ട് ഇതേപോലെ തന്നെ എടുക്കുക. ഇനി നമുക്കിതിൽ റവ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ പഞ്ചസാര നമ്മൾ പൊടിച്ചതാണ്. ഇത് 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. ആ പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇടുന്നത് പൊടിച്ചിട്ട് വേണം ഇടാൻ കേട്ടോ. പൊടിക്കാതെ ഇട്ടാൽ ഒരുമാതിരി പഞ്ചസാര കടിച്ചതുപോലെ ഉണ്ടാവും. ചിലപ്പോൾ അത് അലിഞ്ഞു പോകണമെന്നില്ല. അതുകൊണ്ടാണ് ഈ പൊടിച്ചിടുന്നത്. പൊടിച്ചിടുന്നതാണ് നല്ലത്. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂണ് ഏലക്ക പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുക. ബേക്കിംഗ് സോഡയാണ്, ബേക്കിംഗ് പൗഡറല്ല. ഇനി ഇതിൽ ഒരു മധുരം ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 സ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമുക്കൊരു 3 ടീസ്പൂൺ അളവ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് പെനഞ്ഞെടുക്കാം. ഇനി നമുക്കിതിൽ ഈ ആട്ടപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിതിൽ 3 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിതിലൊരു 1/2 കപ്പ് തേങ്ങയും കൂടി ഇട്ടെടുക്കാം. തേങ്ങ ചിരണ്ടിയതാണ് കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതൊന്നുകൂടി കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിക്കാൻ പാടുള്ള, തോനെ ഒഴിക്കരുത്. അപ്പോൾ വെള്ളം കൂടിപ്പോവും. ഇച്ചിരി കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ പൊക്ക അവിടെയൊക്കെ ഉണ്ടാക്കണ പാകത്തിന് ഇതിൽ വെള്ളം കലക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മാവ് കുഴച്ച് കഴിഞ്ഞ് ഈ രീതിക്ക് വേണം കലക്കിയെടുക്കാൻ. ഇതിൽ ബേക്കിംഗ് സോഡ ഇടുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ അടിയിൽ നമുക്കൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ഇടുന്നത്. ഇത് കലക്കിയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് ഇതിന് നമുക്ക് പൊരിച്ചെടുക്കാം. നമുക്കിനി ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കത്തിക്കാം. ചട്ടി നന്നായിട്ട് ചൂടാവട്ടോ. എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനെടുത്തിട്ടുള്ളത് ഓയിലാണ് കേട്ടോ. കഴിച്ചു നോക്കാമല്ലോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കാത്തിയ
വെള്ളത്തിൽ മുക്കിയിട്ട് കുറച്ച് മാവെടുത്ത് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതാ ഇതിപ്പോൾ കൈ കൊണ്ട് ഇട്ട് കൊടുത്തതുകൊണ്ട് നല്ല ഉരുണ്ടായി വന്ന്. അതില്ലെങ്കിൽ സ്പൂണ് കൊണ്ട് ഇട്ട് കൊടുത്താൽ സ്പൂണ് കൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ സ്പൂണ് കൊണ്ട് ഇട്ട് കൊടുത്താൽ ഈ മറ്റേ ഉരുണ്ടിട്ട് വന്നില്ലെങ്കിലോ, അതുകൊണ്ടാണ് നമ്മൾ കൈ കൊണ്ടിട്ട് കൊടുത്തത് കേട്ടോ. കൈ കൊണ്ടിട്ട് കൊടുക്കുന്നതാണ് നല്ല സൂപ്പറായിട്ട് ഉരുണ്ട് ബോണ്ട പോലെ വരും. കയ്യിൽ കൊണ്ടിട്ട് കൊടുത്താൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീണ്ടിട്ടും കുറുകിയിട്ടൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് കൈ കൊണ്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ. നമുക്കിത് തിരിച്ചിടാം. ഇപ്പം സൂപ്പറാണ് വന്നിട്ടാ. എണ്ണ കുറവായ അല്ലേ? ഇത് പൊരിക്കുമ്പോൾ തീ ഒരു മീഡിയം ലെവലിൽ വേണം വെക്കണം. അതില്ലെങ്കിൽ നമ്മൾ സാധാ കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ മേലെ ബ്രൗൺ കളറാവും, അടിയിൽ വെന്തിട്ടുണ്ടാവില്ല. ഇത് നമ്മൾ ചെറിയ തീയിൽ വെച്ച് അടിയിലും വേഗം മേലെയും ഒപ്പം സമമായിട്ട് വേഗം കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. ഇനി ഇത് നല്ല കളറായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ? ഈ കളറാവുമ്പോൾ നമുക്കിത് എടുക്കാം. ഇനി നമുക്ക് അങ്ങനെ നമ്മുടെ പഴം കൊണ്ടുള്ള ഉണ്ട റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഉണ്ട ചെറിയ ഉണ്ടയാണ്. ഞാനൊന്ന് പൊളിച്ച് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ ഉണ്ട കണ്ടില്ലേ? റെഡി ആയിട്ടുണ്ട്. ഉള്ളൊക്കെ വെന്ത് സൂപ്പറായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പഴം കൊണ്ട് ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഉണ്ട. അങ്ങനെ നമ്മൾ ഗോതമ്പുണ്ട റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി വെക്കണം. നമുക്ക് റേഷൻ പീടികയിൽ നിന്ന് ആട്ടപ്പൊടിയൊക്കെ കിട്ടില്ലേ? അതിലൊക്കെ ഉണ്ടാക്കി നമ്മൾ 4 മണി ചായയൊക്കെ കുടിക്കുമ്പോൾ അതിനേക്കൊക്കെ കൂട്ടാനും ഭയങ്കര ടേസ്റ്റാണ്. വേഗം ഉണ്ടാക്കി കഴിയും. ആ അടുപ്പത്ത് ചായ, ഈ അടുപ്പത്ത് ഉണ്ടയും വെച്ചാൽ മതി. ചായ തിളയ്ക്കുമ്പോഴത്തേക്ക് ഉണ്ടയും റെഡിയാവും. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി വെക്കണം. കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.